ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം വെച്ചാൽ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ വീടൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. കുറച്ച് ആൾക്കാർ ചില ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോം ടൂർ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മടിയായിരുന്നു കേട്ടോ. കാരണം ഹോം ടൂർ എന്ന് പറയുമ്പോൾ വലിയ വീട്ടിനൊക്കെ കാണും. പക്ഷെ നമ്മളെവിടെയാണുള്ളത് ആ വീടൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ വീടിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് എന്താ വെച്ചിട്ടാ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വിളിച്ചിട്ടുണ്ടോ? ക്ലിയർ ഉണ്ടോ? എന്താ കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഇനി പറഞ്ഞേ നമ്മൾ 9 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് നമ്മുടെ EMS ഭവന പദ്ധതി ഇല്ലേ, അതിൻ്റെ ഒന്ന് നമുക്ക് വീടും അന്ന് സ്ഥലമൊക്കെ പാസ്സാവില്ലേ, അങ്ങനെ പാസ്സായിട്ട് കിട്ടിയതാണ്. 4 സെൻറ്റ് സ്ഥലം കേട്ടോ. 4 സെൻറ്റ് സ്ഥലം. പിന്നെ നമുക്ക് വീടിനും കുറച്ച് പൈസ പാസ്സായി. ആ പൈസ നല്ല ആയിട്ടുള്ളത് കൂടുതലായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ട പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 9 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ചെറുതാകുമ്പോൾ ഒരുപാട്, കാരണം നിലമൊക്കെ ഒന്ന് നല്ല നിലമൊക്കെ അവർ എത്ര ചോദിച്ചിട്ടുണ്ട് അറിയോ. ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ കേട്ടോ, കുറേ കാത്തിട്ടാണ് നേരെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇതപ്പോൾ വീട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതെനിക്ക് സ്വർഗ്ഗമാണ്. അതിന് നമുക്കൊന്ന് കാണട്ടോ. രാജാനും പണി മാറ്റി വന്നിട്ടില്ല. ഇന്ന് മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വീട് കാണിക്കാൻ വെച്ചു. ഇനിയിപ്പോൾ നമ്മളെ വീട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം കൊണ്ട് കാണാം. ബാ എൻ്റെ പണിയാളൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. വൈകുന്നേരമായി 5:30 അപ്പോൾ ഇതാണ് വീട്. വീട്ടിൽ ഇവിടെ തോരട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആരും കാര്യമൊക്കെ ഉണ്ടാകും. നമ്മളിവിടെയൊക്കെ കുറച്ച് തോരട്ടുണ്ട്. വെയിൽ കണ്ടപ്പോൾ ഉണങ്ങാൻ പറ്റുന്നുണ്ടോ? ഈ വരും വീട് കാണാം. ഇത് നമ്മളെ അന്ന് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വീടായതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ ഇങ്ങനെ വാർത്ത് ഇവിടേക്ക് കിട്ടും. പിന്നെ ഇവിടെയൊക്കെ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം, അന്ന് ഇവിടെ ഇങ്ങനെ തിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തിണ്ടൊക്കെ വാർത്ത് നിലമ്പണിയൊക്കെ ഇപ്പോൾ കുറച്ച് മുന്നേ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ടൈലിട്ടു കേട്ടോ. കാരണം നമുക്ക് എന്താ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നിലത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര ഊതിയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കാവിട്ട നിലത്തായാലും മറ്റേത് പറഞ്ഞാൽ പരിക്കനായിരുന്നു. നിലമൊക്കെ കണ്ടായിരുന്നു, കോൺക്രീറ്റ് കണ്ടായിരുന്നു, അങ്ങനെയൊന്നും. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ, ഇവിടെ അവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ സിറ്റ് ഔട്ട് നമ്മൾ കയറി വരാം. ഇതാണ് നമ്മുടെ ഹാൾ. നാളെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ കേട്ടോ. ഹാളും പിന്നെ ആ ഒരു റൂമും അടുക്കളയും മാത്രം നമ്മൾ നേരെ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ വൈറ്റ് സിമെൻ്റൊക്കെ നമ്മൾ തന്നെ അടിച്ചതാണ്. പിന്നെ ഇതുണ്ടല്ലോ ഇങ്ങനെ പൂജാ റൂമിൻ്റെ ഈ സംഭവം നമ്മൾ വിളക്ക് വെച്ചിരുന്നത് ആ പഴയ വീഡിയോ കണ്ടാറേ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വെച്ചാണ് സ്റ്റൂൾ വെച്ചിട്ട്. നമ്മൾ കൃഷ്ണനെ കേട്ടോ ഇവിടെ സ്റ്റൂളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും നിങ്ങൾ കണ്ട് കാര്യമാക്കണ്ട. ഇതൊക്കെ എന്താ വെച്ചാൽ രാജേട്ടൻ അപ്പൂസും മലക്കി മാലട്ടതല്ലേ. അപ്പോൾ അവരുടെ ഡ്രസ്സ് നമ്മൾ അങ്ങോട്ട് ഉള്ളിലൊന്നും കൊണ്ടുവയ്ക്കില്ല, ഇവിടെ തന്നെ വെക്കാറ് കേട്ടോ. അതേപോലെ അത് കിടക്കണ പായും അത് ഇവിടെ തന്നെ വെക്കാറ്. കാരണം നമ്മൾ എന്തെങ്കിലും ആരോട് വല്ലാണ്ട് തൊടാൻ തരുന്നില്ലല്ലോ. അതിനുള്ള സൗകര്യമുള്ളൂ നമുക്ക് കേട്ടോ. ഇനി അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ആ റൂം കൂടെ നേരെ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊരു സെപ്പറേറ്റായിട്ട് റൂം കൊടുക്കാമല്ലോ, ഹാള്. അപ്പോൾ അങ്ങനെയൊക്കെ വിളക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ തോരട്ടിട്ടുണ്ട്. ജനലാണ് ഇതിങ്ങനെ നമ്മുടെ എപ്പോഴും അടച്ചിടാറാണ്. അങ്ങോട്ടൊക്കെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടും. നല്ല കാറ്റും വെളിച്ചൊക്കെ ഒരുപാട് വേണ്ടോളം കിട്ടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തൊക്കെ ഞാൻ. പിന്നെ നമ്മുടെ റൂം കേട്ടോ, ആകെയുള്ള റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന റൂം. അത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെയൊക്കെ തുണികളൊക്കെ മടക്കി വെക്കാൻ കേട്ടോ. ഇവിടെ കുറച്ചുണ്ട്. 2-3 ദിവസമായിട്ട് കുറേ തിരുമ്പാനും മുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണങ്ങിയത് അങ്ങനെ കൊണ്ടുവന്നിട്ടതാണ്. ഇതൊക്കെ മടക്കണം. ഇനി നമുക്ക് ഇതിനെന്ത് വെക്കണം കിട്ടാ, മറ്റേ കബോർഡൊക്കെ ഉണ്ടാക്കണം. എന്നാലുള്ളൂ നമ്മുടെ തുണികൾ കുറേ ഒതുങ്ങി കിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ട, ഇത് കണ്ട, ഇതൊക്കെ നമ്മളെ അപ്പൂസ് ചെറുതാവുമ്പോൾ കുറച്ച് ചെറുതാവട്ടെ. ഇവിടെ വന്ന മുതലൊക്കെ ഉണ്ട് തോന്നുന്നു. ചിത്രങ്ങൾ വരച്ച് ഒട്ടിച്ചിട്ടുണ്ടാ. അവൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു പ്രാവശ്യം ഇതുപോലെ ഓണത്തിന് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് പൂവിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ വരച്ച് അങ്ങനെ കുറച്ച് വിക്രസുകൾ കാട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറയും ഉറങ്ങി വയ്ക്കുമ്പോൾ കണ്ട് പേടിക്കുക പറയട്ടോ. അങ്ങനെയൊക്കെ ഓരോന്ന് വരഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അവിടെ അന്നേ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെറിയതായിട്ടൊക്കെ വരയും കാര്യങ്ങളൊക്കെ. ഇനി കബോർഡുകൾ വെച്ചാൽ പിന്നെ സെറ്റായിട്ടോ. പിന്നെ നമുക്കിവിടെ വല്ലാതെ തുണികളൊന്നും വലിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ അഴക്കിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ റൂമുകളിലൊന്നും അഴക്കി കെട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ അഴക്കി കെട്ടി, കാരണം വേറെ തുണികളൊന്നും ഇടാനൊന്നുമില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് വയ്ക്കും. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ അമ്മൂസിന്റെ മേക്കപ്പ് സാധനങ്ങൾ ഞാനും ഉപയോഗിക്കട്ടോ. അവളെ കുറച്ച് സാധനങ്ങളൊക്കെ പാടെ വരച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ മേലെ പിന്നെ ബുക്കുകൾ ഇവിടെ വയ്ക്കും അങ്ങനെയൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയില്ലേ. പക്ഷെ വാതിലില്ല കേട്ടോ, വാതിലില്ലാത്ത കർട്ടനാണ്. നമ്മളിവിടെ അങ്ങനെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കാനൊക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ വാതിലടക്കും. ഇതാണ് നമ്മുടെ വാതിൽ. ഒക്കെ ശരിയാവും കേട്ടോ, പതുക്കെ 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 ഒക്കെ ശരിയായി വരും. എന്നുവെച്ചാൽ ഇപ്പം അത്രയായില്ലേ, അത്രയും കഷ്ടപ്പെട്ട് കൊടുത്ത് നമുക്ക് ഇത്രയായിട്ടാ. ഇപ്പോഴും നമ്മുടെ നിലമ്പണി ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങി നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ഇങ്ങനെ നിലം കാണാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്ക് സ്വർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ വാതിൽ ഇപ്പം തുറന്നിടാറാണ്. ഇപ്പം ഈ റൂം കഴിഞ്ഞു. ഇനിയുള്ള റൂം കണ്ടാൽ ആരും ബോധം കിടരുത്. എന്താ പറയുക, കമൻറ്റുകൾ കൂടുതലൊന്നും പറയരുത് കേട്ടോ. കാരണം ഈ ഒരു റൂമിന് മാത്രമായിരുന്നു കേട്ടോ വാതിലുണ്ടായിരുന്നത്. നമ്മുടെ നിലമ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാ ചെതലൊക്കെ പാടെ ഈ റൂമിലേക്ക് വന്നു. വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെതൽ കയറിയിട്ടേ കേട്ടോ, ഇഷ്ടമായില്ലേ? ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെതൽ കയറി. ഒരു ദിവസം അമ്മൂട്ടി അമ്മ പറയണം ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പം നമുക്കത് പൊളിഞ്ഞ് ചാടി. എന്തോ ഭാഗ്യം തലയും കൂടെ. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എന്താ വിചാരിച്ചപ്പോൾ നമ്മൾ വാതിൽ പൊളിഞ്ഞാടി. അമ്മ പൊളിച്ചടിച്ചുട്ടാ. ഇനി ഇങ്ങോട്ട് വരും. ഇത് നമ്മുടെ എന്താ പറയുക, രാജേട്ടൻ പറഞ്ഞത് ഗോഡാവണ ചോദിക്കട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ പറഞ്ഞാൽ നമുക്കൊരു മടി കേട്ടോ. ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ കുറേ തുണികൾ മുക്കിക്കൊണ്ടിട്ടൊക്കെ കസേരയിലാക്കിയിട്ട് ഇവിടെ വെച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകും ആവശ്യത്തിന്. അങ്ങനെ ചെയ്യാറ്. കുറേ തുണികൾ ഇവിടെ ഉണ്ട്. കുറച്ചൊക്കെ ഉണങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും. പിന്നെ ഇവിടെ ജനലൊക്കെ ഉണ്ട്, കാറ്റ് കിട്ടാനും ജനല കിട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തുറന്നാൽ അപ്പുറത്തേക്ക് നമ്മൾ അപ്പുറത്തേക്കാണ് ജനലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ റൂമിൻ്റെ ജനൽ നമ്മളെല്ലാം വല്ലാതെ തുറക്കാറില്ല. അടച്ച് നല്ല പാമ്പും കയറി വരും. പിന്നെതാ ഇവിടെയാണ് നമുക്ക് കണ്ണ് കാണില്ല കേട്ടോ. അവിടെ ബാത്റൂമിന് ഉള്ള അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കച്ചറകളുണ്ട് കേട്ടോ. ബാത്റൂമിനുള്ള ഏരിയയാണിത്. നമുക്ക് പൈസ ഉണ്ടാവണ കാലത്ത് ഉണ്ടാക്കാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിക്കണത് അറിയുമോ, അടുത്ത വർഷം മലയ്ക്ക് പോണ സമയമാകുമ്പോഴേക്കെങ്കിലും ഇത് നേരെയാക്കണമെന്ന് വെച്ചാൽ പുലർച്ചെയൊക്കെ ഞാൻ ഇവരൊക്കെ വിളിച്ച് നീപ്പിച്ചിട്ടാണ് അപ്പുറത്ത് പോകണം ബാത്റൂം, അങ്ങോട്ട് പോയി കുളിക്കാൻ പോകണമെങ്കിൽ. അപ്പോൾ കണ്ടിട്ട് ഇത് റൂം കണ്ടല്ലോ പോകുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ അലമാര. ഒരു കാലൊടിഞ്ഞിട്ട് ചെരിഞ്ഞാൽ നിൽക്കണേ, മരത്തിൻ്റെ മേലെ കയറ്റിച്ചെന്നെ കേട്ടോ. ഈ റൂമിലും ഇങ്ങനെ കബോർഡ് വെക്കാനുള്ള സംഭവം ഉണ്ട്. പക്ഷെ നേരെ ആക്കിയിട്ടില്ല. നേരെ ആക്കുമ്പോൾ നമുക്ക് ഇത് വേണ്ട. അപ്പം അതിനെ പറഞ്ഞു വിടാം പുറത്തേക്ക്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന തുണിയാളെ കുത്തി അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടാ. അപ്പം ഞാൻ സാധനം കാണിച്ചു തരാം കേട്ടോ. സംഭവം കാണിച്ചു തരാം. കാണാൻ പറ്റില്ല അറിയില്ല കേട്ടോ. ഇത് കണ്ട, ഇതാണ് എൻ്റെ കല്യാണ സാരി. എന്താ എങ്ങനെയുണ്ട് നോക്കി കാണിച്ചു തരാം കേട്ടോ. ബ്ലൗസ് അന്നത്തെ ബ്ലൗസാട്ടത്. ഞാനിത് അങ്ങനെ എടുത്ത് വെക്കണതാ. ഭംഗില്ലേ, പണ്ടത്തെ നല്ല ഭംഗിയുള്ള അന്നൊക്കെ കളറല്ലേ. ഈ ഒരു കളറ് ഒരു പ്രത്യേക ഭംഗിയുള്ള കളറാണ്. നമ്മുടെ മഞ്ജുവാരുടെ കല്യാണത്തിന് ഇങ്ങനത്തെ ആയിരുന്നു. ഇങ്ങനത്തെ പട്ടുസാരി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കുക. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സംഭവമൊക്കെ അവിടെ തന്നെ സൂക്ഷിച്ചെങ്കിൽ നമ്മൾ അലമാര നിരക്കിയിട്ട് അരിക്കി കൊണ്ടേക്കണം. പിന്നെ എന്താ പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് മേലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേക്കുമ്പോൾ ഒരുപാട് പണികളുണ്ട്. നിലം റോഡ് പോലെ കിടക്കണം കേട്ടോ. അപ്പോൾ ഈ റൂം കഴിഞ്ഞു കേട്ടോ. എന്താടാ കോഴി, നമ്മളെ വീട്ടിലത്തെ ഒരംഗം കൂടെ ഇട്ടത്. ഇനി നമ്മൾ അടുക്കളയ്ക്ക് വരാം. അടുക്കള ഒന്നിൻ്റെയും പണികൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ കബോർഡ് വെക്കാറുണ്ട്. ഞാൻ ഗ്ലാസ്സുകളൊക്കെ മൊത്തം അവിടെ നിരത്തി വെക്കണം. സോപ്പും പൊടി കഴിച്ചിട്ടുണ്ടാ, തിരുമ്പിയിട്ടില്ല കേട്ടോ, തിരുമ്പണം. അപ്പം ഇങ്ങനെ ഇവിടെ നമുക്ക് പണികളുണ്ട്. കാരണം സിങ്ക് വെച്ചിട്ട് ഈ സംഭവം വെച്ചിട്ടുള്ള പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താടാ എന്താ വേണ്ടേ?
അപ്പോൾ ഇനി പൈപ്പൊക്കെ വെച്ചാൽ ഇവിടെ റെഡിയാവും കേട്ടോ. ഒക്കെ പതുക്കെ ശരിയാവും. പിന്നെ ഇങ്ങനെ ചോറൊക്കെ ഉണ്ട് കേട്ടോ, അത് വെക്കണം, ഒക്കെ വെക്കണം കാണിച്ചിട്ടുള്ളൂ. പിന്നെ എന്നാലും ഞാൻ മേടിച്ച സംഭവമാണ് കണ്ടല്ലേ, നമ്മളത് കത്തിച്ചേക്കുന്നത്, അത് ഇവിടെ വെക്കാം കേട്ടോ. വെച്ചു. ഇവിടെയൊക്കെ വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഈ സംഭവങ്ങൾ വെക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ഈ പൊടികളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് പറയോ, ഇവിടെ ഇങ്ങനെ കബോർഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് താഴെ എന്താടാ ഇവിടെ അരിക്കാൻ തോന്നുന്നില്ല. പിന്നെ അരി സാധനങ്ങൾ താഴെ വയ്ക്കും ഇങ്ങനെ. ഇനി നമ്മളെ പുറത്തേക്കുള്ള എന്താ വേണ്ടേ, കൈ കൊത്താൻ നിൽക്കും, കൊത്താൻ പരിപാടി. പിന്നെ നമ്മൾ അടുക്കളയിൽ കേട്ടോ ചുക്കള അടുപ്പത്ത് വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ ആ തൊടിയിൽ പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെയൊക്കെ തേക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ വായു സഞ്ചാരം ഇല്ലെന്ന് പറഞ്ഞാൽ വെളിച്ചവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തുറന്നിരിക്കുകയല്ലേ. നമ്മൾ ഈ ഓടുപണി ഈ സംഭവം ഇപ്പം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അടുത്ത് ഷീറ്റിട്ട് ചോർന്ന് ഒലിച്ചായിരുന്നു ഇവിടെ. അപ്പം ഇങ്ങനെ കുറച്ച് ഭാഗം ഓടും, കുറച്ച് ഭാഗം ഷീറ്റ് ഇട്ടു. പിന്നെ എന്താ വെച്ചിട്ടാ അപ്പുറത്തോടെ നിന്ന് തെങ്ങ് ഇതില്ലേ അച്ചിങ്ങി വീണിട്ട് പൊട്ടിയിട്ടുണ്ടാ, അവിടെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് തെങ്ങ് മുറിക്കാനൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴെങ്കിലും നമ്മൾ ഓരോ തേങ്ങ കിട്ടുന്നതല്ലേ. അപ്പം ഇതാണ് ഇവിടെ അടുക്കള. വാ നമ്മളൊക്കെ കഴുകിയിട്ട് ഞാനിവിടെ അങ്ങനെ കമഴ്ത്തി വെച്ചിരുന്നു കേട്ടോ. കുറേ പാത്രങ്ങൾ അങ്ങനെ വയ്ക്കും. പിന്നെ ഇതാണ് നമ്മുടെ കൊട്ടത്തളം വെച്ചാൽ ഞാൻ പാത്രം കഴുകൽ ഇവിടെ കേട്ടോ. ഇവിടെ വന്നിട്ട് കഴുകും. ഈ തിണ്ടമ്മ എപ്പോഴാണ് പൊളിഞ്ഞിട്ട് അറിയില്ല, വരുന്നവർക്കൊന്നും അറിയില്ല കേട്ടോ. പാത്രം കഴുകിയ പാത്രങ്ങൾ തൊടിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ആരും കഴുകാനല്ല, ഞാൻ മേടിച്ചിരിക്കും. അപ്പം മേമ അറിയിട്ടാ പാത്രം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നേ ഞാൻ കഴുകിക്കൊണ്ട് പറയും. ഇപ്പം എനിക്ക് കുറച്ച് ശീലമായിട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ ഇതാ നമ്മുടെ അമ്മീനെ ഞാൻ ഈ തിണ്ടിൻ്റെ മേലെ കയറ്റി വെച്ചാട്ടോ. കാരണം അമ്മിത്തറ അപ്പുറത്ത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വരെ പടുത്തു. പക്ഷെ അപ്പോഴേക്കും കല്ലിറപ്പം രാജനോട് ഇട്ടു. അവൻ കൊത്താൻ വന്നിട്ട് പേടിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട്. അപ്പം അമ്മി ഇവിടെയാണ് കേട്ടോ. പിന്നെ വെള്ളം ഇങ്ങനെ നിറച്ച് വയ്ക്കും, ഇങ്ങനെ തിരുമ്പാനുള്ളത്. പിന്നെ വയോ ഇതൊക്കെ ചളിപ്പൊളിപ്പിളേനാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ തന്നെ ബാത്റൂം. നമ്മുടെ ബാത്റൂമിൻ്റെ വാതിൽ ഇവിടെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയല് പുലർച്ചെ കുളിക്കാൻ വരുമ്പോൾ ജസ്റ്റ് കാണിച്ചു. ആ അത്ര കണ്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് ഭംഗിയൊന്നുമില്ല. ചുമരുമ്പൊക്കെ നിറയെ ചളികളൊക്കെ ഉണ്ട്. കുരച്ചാലും ചുമരല്ലേ, ടൈൽ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. ടൈലിടാത്തതുകൊണ്ട് ചിലപ്പോൾ ചുമരും. പിന്നെ ഇതാ ഈ ഇതിവിടെ അല്ലേ, ഇവിടെ കുറേ അഴയ്ക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇവിടുത്തെ ഈ വീട്ടിലെ കുറച്ച് വേറെ ആൾക്കാരില്ലേ, അവരിവിടെ കാണിക്കാം. പത്തനംതിട്ടാ ഒരുത്തി ഇവിടെ പൊരിഞ്ഞ് കിടക്കണം കേട്ടോ വീടിന്റെ അടിയിൽ. ബാക്കി ഇവിടെ അന്ന് രാജേട്ടനെ അമ്മിത്തറ കെട്ടാനായിട്ട് കുറച്ച് വരെ പടുത്ത് വെച്ചാട്ടത്. ഇത്ര വരെ പടുത്തുള്ളൂ. അപ്പോഴേക്കും അതിൽ കല്ലില്ല. ഇനി കല്ല് മേടിക്കുമ്പോൾ വേണം ഇവിടെ അമ്മിത്തറ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അരയ്ക്കാണ്. ഇവിടെ നിന്ന് അരയ്ക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കണം വിചാരിക്കും. പിന്നെ നമ്മൾ ആ കോഴിക്കോട് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാലേ വീഡിയോ എന്താ ഇടുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഹോം ടൂർ പോലെ കാണിക്കണം. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടേ. പക്ഷേ ഉള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആരൊന്നും പറയരുത്. ഉള്ള സമയം ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ചെയ്യുന്ന പണികളാട്ടോ ഓരോന്നും. അപ്പം ഇനി ഓരോന്നുണ്ട് വൃത്തിയാക്കാനൊക്കെ ഓരോന്നോരോന്നും ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫുള്ള് കിടക്കുന്നു വിറക്. ഞാൻ അപ്പുറത്തോട്ടിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പറഞ്ഞു ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുടുംബ കിടക്കുന്നുണ്ട്. സുന്ദരി അല്ലേ ഉണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതങ്ങനെ കുറച്ച് പിന്നെന്താ കാണിക്കാം. നമ്മളിവിടെ ആ ഒരു കർമ്മൂസം ഉണ്ടാക്കിയിട്ട് കർമ്മൂസം ഉണ്ടായതാണ് നമ്മളവിടെ ഉള്ള ആളുള്ളത്. ഒരുങ്ങി അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗം തേച്ചിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ തേക്കാറുണ്ട്. അതുപോലെ നമ്മളെ വാർപ്പിൻ്റെ മേലെ ഭാഗം എന്താ പറയുക, നിരത്ത് പറയില്ലേ, തേച്ചിട്ടില്ല. നമ്മൾ വല്ലാണ്ട് മഴയ്ക്ക് ഇങ്ങനെ ചോർച്ച വരുന്നൊക്കെ പറഞ്ഞിട്ട് തേക്കണം. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ അവിടെ എന്താ പറയുക കൊത്തരുതേ, അവനാണ് കൊത്തിപ്പറക്കിന് കോഴി വരാട്ടോ. നല്ല കൊത്തും. നമ്മൾ വെള്ളം ഇവിടെ നിറച്ച് വെക്കാം. നമുക്കിങ്ങനെ ലൈൻ വെള്ളം വരികയല്ലേ, അപ്പോൾ ഇതിലും ഒക്കെ നിറച്ച് വെക്കിട്ടാ. ഇതാ ഇത്ര സ്ഥലമല്ലോ കേട്ടോ. നമുക്ക് ഇതിങ്ങനെ അതുവരെ അടിച്ചു വരുമ്പോഴേ
ചപ്പൊക്കെ അങ്ങനെ നിറച്ച് വെക്കും ചാക്കിൽ. ഇതിനെ നിറച്ചിട്ടില്ല കേട്ടാ. അപ്പം നമുക്ക് എന്ത് പിത്തള കുളിച്ചിട്ട് വെച്ചിട്ട് ഇതിന് വെള്ളമുണ്ട്. പിന്നെന്താ ഇതൊക്കെ തന്നെയാണ്. ഞാൻ മെയിൻ കയറി പോണ സംഭവമാണ്. ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കയറാറില്ല കേട്ടോ. മഞ്ഞളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം കാട് കെട്ടി കിടക്കുക. എപ്പോഴാണ് പൊളിഞ്ഞിട അറിയില്ല. ഇനിയിപ്പോൾ അതൊന്ന് നേരെക്കണം. അപ്പം ഞങ്ങൾ ഈ ഒരു ഭാഗമൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഈ ഭാഗമൊക്കെ തേക്കാനുണ്ട്. ഇവിടെയൊക്കെ തേക്കാനുണ്ട്. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മളെ വീട്. എന്ന് വെച്ചാൽ കൂടുതൽ കാണാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ ഒരു കുഞ്ഞു അത്രയും ഞങ്ങൾ ഇല്ലാതായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഒരു സ്വർഗ്ഗമായിട്ട് കേട്ടോ. അപ്പോൾ മെല്ലെ മെല്ലെ എൻ്റെ പണികളും അങ്ങനെ കഴിയണം. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇങ്ങനത്തെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങോട്ട് ചോദിക്കില്ല, ഇനി ആരും ചോദിക്കില്ല വീട് കാട്ടിത്തരാം, കാരണം അല്ലാണ്ടൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീടും പരിസരവും കാര്യമൊക്കെ. ഞാൻ നിലമ്പൂർ പോകുമ്പോൾ എൻ്റെ വീടും ജസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത വീടും ചെറുതാണ്. തറവാടും ഞങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവുമല്ലോ. റോഡ് ഇത്ര എടുത്താട്ടോ നമുക്ക്. അപ്പോൾ ഒന്നങ്ങോട്ട് കയറേണ്ടതേ ഉള്ളൂ. അങ്ങനെ കുറച്ചുകൂടെ ഇതൊക്കെ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെ ആയിട്ടേ. പിന്നെ നമുക്കിങ്ങനെ അറിയോ, ഇവിടെ ഞങ്ങളിവിടെ എങ്ങനെ വെച്ചിട്ടാ കുറേ ആൾക്കാർക്ക് അങ്ങനെ സ്ഥലം കെട്ടി വീട് വെച്ചാൽ നമ്മൾ പേടിക്കുകയാണെന്നല്ല. കുറേ വീടുകളുണ്ട് നമ്മുടെ അടുത്തൊക്കെ വീടുണ്ട്. കാണാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ അതാ ആരാ വിളിക്കണേ? കർമൂസേ എവിടുന്നാ? ഉണ്ടെങ്കിൽ താഴെ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ വീടുകളുണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ അടുത്തൊക്കെ ആൾക്കാരിനോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കിട്ടും. കാരണം ടൗണിലുള്ളവരൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മളടുത്ത് ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പ്രശ്നം കേട്ടോ. കാണിച്ചു തരാം. അവർക്ക് അവരത്തെ ഇതാക്കുന്ന കുട്ടികൾ എടുത്തോ അതെ ആയിട്ടില്ലല്ലേ ഓനെ കറുപ്പിടണം. കറുപ്പിടാതിരിക്കാൻ പാടില്ല. ഓനെ ഇവിടുന്ന് വീട്ടിലെടുത്തിട്ട് പോകുമ്പോ മാത്രം പാൻറ് ഇടുക. അവണ്ടായില്ലേ എടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടുത്തടുത്ത് വീടുണ്ട് ഇങ്ങനെ കേട്ടോ. അത് അസ്ലിക്ക് അപ്പുറത്ത് അവിടെ നിന്ന് കൊടുത്താട്ടാ. ഞാൻ ഒന്നേ എടുത്തുള്ളൂ കറി വെക്കാൻ. ഇത് പഴുത്തൊന്നും ഒന്നല്ലേ കഴിയായിട്ടൊന്ന് മുറിച്ചോ കേട്ടോ. മൊത്തം പഴുത്തുണ്ട്. ഞാൻ കഴുകിട്ട് ചത്ത വലിയ മധുരം ഉണ്ടാവും എന്താ അറിയില്ല. നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വിശേഷങ്ങൾ ഇത്ര കേട്ടോ. ഇനിയിപ്പോൾ അതിന് കൂഴകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് കേട്ടോ. രാജായിട്ടൊക്കെ വരും. അപ്പോൾ കുറച്ച് ചായ വെക്കണം. പാല് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടായി കുറിച്ച് കുറച്ച് ഞാൻ രാജായിട്ട് കുടിക്കണം. തണുപ്പുണ്ട് കേട്ടോ. കേടും വരുന്നില്ല അല്ലേ എനിക്കും. അപ്പം ഇനി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാനേ എന്താ പറയുക, രാജേട്ടൻ വന്നു കേട്ടോ. രാജേട്ടൻ വന്ന് ചായ അടിച്ചിട്ടൊക്കെ അവിടെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അമ്പലത്തിലൊക്കെ പോയിട്ടേ വരുള്ളൂ. ഞാൻ കുറേ ദിവസമായിട്ടോ ഒരു ചുരിദാർ ഓർഡർ ചെയ്തിട്ട്. എങ്ങനെയുണ്ട്? സാധാ സിമ്പിളായിട്ടാണ് കേട്ടോ. നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഡെയിലി യൂസിന് വേണ്ടിയിട്ടാ. ഏലംകുളത്തേക്ക് അങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ മേടിക്കാറില്ല. എല്ലാവരും ചീത്ത പറയിട്ടാ. ക്ലിനിക്കിലൊക്കെ പോയപ്പോൾ നമ്മൾ മേടിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാതിട്ടാണെന്ന് പറഞ്ഞത്. ഇട്ടപ്പോൾ പാകണം, ഒന്ന് ഷേപ്പ് ആക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കണം. അപ്പം ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ ഇങ്ങനെ നല്ലതല്ലേ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു മാസത്തിലൊക്കെ ഓരോന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിലയില്ല, 500 താഴെയുള്ളൂ. അപ്പം പിന്നെ എന്താ നല്ലതല്ലേ. മറ്റുമ്പോൾ കടയിലൊക്കെ പോയി എത്ര പൈസ വെക്കണം. ഇപ്പോൾ ഡെയിലി ആകുമ്പോൾ കുറച്ചൊരു ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ വല്ലാണ്ടൊക്കെ കേട് വരില്ല. അപ്പോൾ ഇനി ഇങ്ങനെ മേടിക്കണം വെച്ചിട്ട് അന്ന് മേടിച്ചത് കേട്ടോ. അന്ന് വന്ന് ഇഷ്ടമായി. രാജന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെറിയ വിലയുടെയും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പറ്റിയത്. അപ്പം ഇത് ഷേപ്പാക്കണം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. വിശേഷിച്ചത് മെയിനായിട്ട് നമ്മൾ ഹോം ടൂർ എടുത്താണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല അടുത്തടുത്തൊക്കെ വീടിന് കുറേ ഉണ്ട് കേട്ടോ വീടുകൾ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് സ്ഥലം കിട്ടി വന്നവരാണ്. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ അങ്ങനെ പറയില്ലേ, ഇവിടെ ആ കോളനിയിൽ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോളനിയിലൊക്കെ പറയുമ്പോൾ ആൾക്കാർ പല ഇതിലൊക്കെ പറയും. പക്ഷേ നമുക്ക് സ്ഥലമില്ലാത്തവർക്കും
ഇങ്ങനെയുള്ളവർക്കൊക്കെ ദയവായിട്ട് കൊണ്ടുതരുന്ന ഒരു ഇതല്ലേ ഇത്. ഇപ്പൊക്കെ പൈസ എത്ര ലക്ഷം കൊടുക്കണം, ഒരു സെൻറ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം. ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആർക്കും അങ്ങനെയല്ല, സാധാരണക്കാരെ ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ദയവായിട്ട് ഞങ്ങൾക്ക് തന്നൊരു സ്ഥലമാണ്, വീട് ഒക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആവാൻ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ദൈവത്തിനോട് ഇങ്ങനെ ആയി കിട്ടിയത്. ഇനി പതുക്കെ പതുക്കെ ഒക്കെ ശരിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കമൻറ്റോടുകൂടെ പറയണം കേട്ടോ. അന്നത്തെ വിശേഷത്തിലുണ്ടോ. ബൈ.